നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാഴ്ച മറച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ വെച്ചിട്ടുള്ള പാർട്ടികളുടെ ഫ്ലെക്സ് ബോർഡുകൾ ഒരിക്കൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പൊട്ടിത്തെറിച്ചിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ചില മാടമ്പിമാർക്ക് ചുവപ്പ് കാണുമ്പോൾ ഹാലിളകുമെന്നൊക്കെ പറഞ്ഞു വെച്ചു. പ്രജകളില്ലെങ്കിൽ രാജാവില്ല എന്ന് പിണറായിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിന്നീട് മറുപടി പറഞ്ഞു. തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത് വെറുതെയല്ല. കോൺഗ്രസ് നേതാവായ ജോസഫ് മാർട്ടിൻ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടിരുന്നു. എ ദാനിയൽ കം ടു ജഡ്ജ്മെന്റ്. ഇതാ വന്നിരിക്കുന്നു ദാനിയലിനെ പോലെ ഏറ്റവും നീതിമാനായ ഒരു ന്യായാധിപൻ. മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന ഷേക്സ്പിയറിന്റെ വിശ്വവിഖ്യാതമായ നാടകത്തിലെ വരികൾ. വിശുദ്ധ ബൈബിളിലെ നീതിമാനായ ദാനിയൽ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ ഷേക്സ്പിയർ എഴുതി വച്ചിരിക്കുന്നത്. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ തല ഉയർത്തിപ്പിടിച്ചു ഇതാ നീതിമാനായ ഒരു ന്യായാധിപൻ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കേരള ഹൈക്കോടതിയിൽ ഒരു ന്യായാധിപനാണ് ശ്രീ ദേവൻ രാമചന്ദ്രൻ. നീതിബോധം, സാമൂഹിക പ്രതിബദ്ധത, പൗരബോധം ഇവയെല്ലാം ഏറെയുള്ള ഒരു നല്ല മനുഷ്യനായ ന്യായാധിപൻ. ആ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയുമാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു പരാതി പോലുമില്ലാതെ സ്വമേധയാ കോടതിയുടെ മേൽനോട്ടത്തിൽ കേസുകൾ എടുക്കാനും തൻ്റെ അഭിപ്രായം തുറന്നു രേഖപ്പെടുത്താനും അദ്ദേഹം തയ്യാറാവുന്നത്. കൃത്യമായ കുറിപ്പാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പല ഇടപെടലുകളും അതുകൊണ്ട് തന്നെ പിണറായി വിജയനും സർക്കാരും ഭയക്കുന്നു. കേരളത്തിലെ റോഡ് വക്കിലൊക്കെ കാഴ്ചമറച്ച് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്ന ശൈലി രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റു ചില സംഘടനകൾക്കുമൊക്കെ ഏറെ കൂടുതലാണ്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള കേരള ഹൈക്കോടതി വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും ഒക്കെ കാഴ്ചമറയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വരുത്തിവെക്കുന്ന വിന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പാർട്ടികളുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതിച്ഛായ നിർമ്മാണത്തിന് അവർ ഇത്തരം തെരുവുകൾ ഉപയോഗിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടവും ലോകത്ത് അനുവദിച്ചു കൊടുക്കില്ല ഇത്തരം തോന്നിവാസങ്ങൾ. ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ പൊതുജനശല്യമാണ് എന്നെന്തുകൊണ്ട് ഈ ബോർഡുകൾ വയ്ക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. ഒടുവിൽ അതിനെതിരെ കൃത്യമായ നിലപാടെടുത്തു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ചുവപ്പ് കണ്ടാൽ ഹാലിളകുന്ന മാടമ്പിമാരെ പിണറായി വിജയൻ ആക്ഷേപിച്ചപ്പോൾ ഒരിറ്റു പിന്നോട്ടു പോയില്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അതിന് മറുപടി കൊടുക്കുക മാത്രമല്ല, കേരളത്തിലെ തെരുവുകൾ അദ്ദേഹം വൃത്തിയാക്കി സൂക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ ഇതാ ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ ഉദ്യോഗസ്ഥരെ എടുത്തെയറിലെറിഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നത് തന്നെ അമ്പരപ്പിക്കുന്നുവെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. തിരുവനന്തപുരത്ത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വെച്ച കൂറ്റൻ ഫ്ലെക്സും മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടും അതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ചൊടിപ്പിച്ചത്. ഇത്തരമൊരു ഉത്തരവുണ്ടെന്നറിഞ്ഞിട്ടും അനധികൃതമായി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ തുനിഞ്ഞു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ പ്രസിഡന്റ് ചില്ലറക്കാരനല്ല, അഡീഷണൽ സെക്രട്ടറി പദവി വഹിക്കുന്നയാളാണ്. ഇത് കോടതിയെ മാത്രമല്ല കേരളത്തെ അമ്പരപ്പിക്കുന്നു. ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിച്ചാൽ അവിടെ അരാജകത്വമായിരിക്കും. കേരളത്തിൽ അരാജകത്വമാണോ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തുന്നത്. അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉയർത്തി. കുന്നുംകുളം നഗരസഭ അധ്യക്ഷയാണ് മറ്റൊരു പുലിവാല് പിടിച്ചത്. ഇപ്പോഴത്തെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാജിവെക്കണോ കോടതിയലക്ഷ്യം നേരിടണോ എന്ന് അധ്യക്ഷയ്ക്ക് തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു വെച്ചു. കോടതിയലക്ഷ്യം മാത്രമല്ല, കോടതിക്ക് മുമ്പാകെ കള്ളം പറഞ്ഞു എന്നും തെളിഞ്ഞിരിക്കുകയാണ്. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അഭിഭാഷകൻ ഹാജരാകണമെന്നും ബാക്കി നടപടികളിലേക്ക് അപ്പോൾ കടക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യാനുള്ള കോടതിയുടെ അന്ത്യശാസനം. ഇതിന് പിന്നാലെ കുന്നുകുളം നഗരസഭാ സെക്രട്ടറി ഇത് നടപ്പാക്കാൻ ശ്രമിച്ചു. പിന്നാലെ സർവകക്ഷി യോഗം വിളിച്ച് തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബോർഡുകൾ മാറ്റുന്നത് ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നഗരസഭ അധ്യക്ഷയുടെ ഉത്തരവ്. ഇതാണ് കോടതിയെ ചുടിപ്പിച്ചത്. കോടതി ഉത്തരവിനെ പോലും മറികടന്ന് ഒരു നഗരസഭ അധ്യക്ഷ മറ്റൊരു ഉത്തരവിറക്കുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ കത്ത് നൽകിയ നഗരസഭ അധ്യക്ഷയുടെ നടപടി കോടതിയലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജിയെത്തി. ഇത് പരിഗണിച്ചപ്പോഴാണ് രൂക്ഷമായ വിമർശനങ്ങൾ ജസ്റ്റിസ് ഉയർത്തിയത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ താൻ ഇത്തരമൊരു ഉത്തരവുള്ളതായി അറിഞ്ഞിരുന്നില്ല എന്നാണ് അധ്യക്ഷ പറഞ്ഞത്. വിചിത്രമെന്നേ പറയേണ്ടൂ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി എടുത്ത് എയറിലേക്കിട്ടു ആ നഗരസഭ അധ്യക്ഷയെ. ശക്തമായ നിലപാടുകൾ ഹൈക്കോടതിയിൽ ഉയർത്തുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ പലപ്പോഴും സൈബർ ആക്രമണങ്ങളും തലപൊക്കാറുണ്ട്. കഴിഞ്ഞ ഡിസംബർ 1 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ
കൊല്ലം ചിന്നക്കടയിലെ PWD റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കാനെത്തി. കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം. റെസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. വഴിനീളെ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഉടൻ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി D. സാജുവിനെ അദ്ദേഹം വിളിച്ചു വരുത്തി. ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യാത്തതിൽ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചു. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 മണിക്കൂറിനകം ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാമെന്ന് D. സാജു. എന്നാൽ അതുപോരാ, പെട്ടെന്ന് നടപടിയെടുക്കണമെന്നായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. 30 മിനിറ്റിനകം ചിന്നക്കട റൗണ്ടിലെ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും തുടർന്ന് നീക്കം ചെയ്തു. ആരും രാജാവല്ല എന്നുറക്കെ പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേരളത്തിൽ കൃത്യമായൊരു സന്ദേശമെത്തിക്കുന്നു. ഉത്തരവുകൾ നടപ്പാക്കാനുള്ളതാണ്, അത് അട്ടിമറിക്കപ്പെടാനുള്ളതല്ല. കൊല്ലം ഷോക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നീട് ആഞ്ഞുവീശി. തിരുവനന്തപുരത്തേക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു പരിപാടിക്കായി പുറപ്പെടുന്നു എന്നറിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വെപ്രാളം പിന്നീട് നമ്മൾ കണ്ടു. ഡിസംബർ 19-ാം തീയതി തലസ്ഥാനത്ത് നടന്നത് ചിരിയുണർത്തുന്ന ചില കാഴ്ചകൾ. നഗരത്തിന്റെ തെരുവോരങ്ങൾ നിറയെ കാഴ്ച മറച്ച് ചിരിതൂകി നിന്ന രാഷ്ട്രീയ പ്രമുഖരൊക്കെ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പടമായി മാറുന്ന കാഴ്ചയായിരുന്നു അത്. കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്ത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൂടുതൽ കോർപ്പറേഷനുകളിൽ ശക്തമായ നടപടികളുമായി എത്തും എന്ന ഭയം തിരുവനന്തപുരം കോർപ്പറേഷനിലും. തുടർന്നാണ് അനുമതിയില്ലാതെ വെച്ചിരുന്ന നഗരത്തിലെ ബോർഡുകളൊക്കെ ലോറികൾ കൊണ്ടുവന്ന് വാരിക്കൂട്ടി നേരെ പുത്തരിക്കണ്ടം മൈതാനിയിൽ കൊണ്ടുചെന്നിട്ടത്. റവന്യൂ ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഓവർസിയർമാരും സാനിറ്ററി വർക്കർമാരും അടങ്ങുന്ന പ്രത്യേക സംഘം ഫ്ലെക്സെല്ലാം വാരിക്കെട്ടി നേരെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക്. കൊല്ലത്തേതുപോലെ ഒരു സുപ്രഭാതത്തിൽ തലസ്ഥാനത്ത് ദേവൻ പ്രത്യക്ഷപ്പെട്ടാൽ സംഗതി പണിപാളും എന്ന് മനസ്സിലാക്കിയിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയും സംഘവും. നഗരത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അന്ന് അഴിച്ചുമാറ്റിയ അനധികൃത ബോർഡുകൾ കോർപ്പറേഷൻ വാഹനങ്ങളിൽ പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ഒരു ഭാഗത്തും ആറ്റുകാലിലെ സ്വകാര്യ ഭൂമിയിലുമാണ് അന്ന് കൊണ്ടുചെന്നിട്ടത്. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ ചിരിതൂകി നിൽക്കുന്ന ഫ്ലെക്സുകൾ അങ്ങനെ ലോറികളിൽ കയറ്റി നേരെ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ച. തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിരുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. അന്നൊരൊറ്റ ദിവസം കൊണ്ട് ബോർഡെല്ലാം വലിച്ചു മാറ്റി കോർപ്പറേഷൻ ആ പ്രദേശം ശുദ്ധീകരിച്ചു. പിന്നീട് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കോർപ്പറേഷൻ പുലർത്തുന്നുണ്ട്. തലസ്ഥാനത്ത് ആരുടെയെങ്കിലും പ്രതിഷേധങ്ങളോ സംഘടനാ തെരഞ്ഞെടുപ്പുകളോ യോഗങ്ങളോ മറ്റെന്തെങ്കിലും പരിപാടിയോ ഉണ്ടെങ്കിൽ വീർപ്പുമുട്ടുന്നത് തലസ്ഥാനത്തെ ജനങ്ങളാണ്. ബോർഡുകളൊക്കെ ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന് തെരുവുകളിലൊക്കെ നിരത്തിയിറക്കി വയ്ക്കും. പലപ്പോഴും തിരക്കേറിയ വഴികളിൽ കാഴ്ച മറയ്ക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. U-turn വരെ അവർ ശ്രദ്ധിക്കാറില്ല. പൊതുസ്ഥലങ്ങളിൽ ഇനി അനധികൃത ബോർഡുകൾ ഉണ്ടാകരുത് എന്നും പിഴ ചുമത്തണമെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇത് സംബന്ധിച്ച് FIR-ഉം രജിസ്റ്റർ ചെയ്യണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നു. വീഴ്ച വരുത്തിയാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉത്തരവാദിയായിരിക്കും. വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന പോലീസ് മേധാവി 7 ദിവസത്തിനുള്ളിൽ സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും അന്ന് കോടതി പറഞ്ഞു. ഇത് സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലറുകൾ തുടർന്നും ബാധകമാണ് എന്ന് കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു. പൊതുബോധമുള്ള, സാമൂഹിക അവബോധമുള്ള, നട്ടലുള്ള ഒരു ന്യായാധിപൻ കട്ടയ്ക്ക് നിന്നപ്പോൾ പടമായി എല്ലാ ഫ്ലെക്സുകളും ഓരോ കോണിലൊതുങ്ങി. എന്നാൽ പല സ്ഥലങ്ങളിലും പിന്നീട് ഇത്തരം അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ തലപൊക്കുന്ന കാഴ്ച. എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ എന്നതാണ് ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും വാശി. അത് ജനങ്ങളുടെ മണ്ടയ്ക്ക് കയറി വേണോ എന്ന് മാത്രമാണ് നമ്മുടെ ചോദ്യം. തൻ്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണെന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് താൻ പറയുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ആരും രാജാവാണെന്ന് കരുതരുത്. ഹൈക്കോടതി അവർക്ക് തോന്നിയതുപോലെ പറയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ തട്ടിവിട്ടിരുന്നു. അതിന് മറുപടിയായാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരമൊരു പരാമർശം നടത്തിയത്. ജനങ്ങൾ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ന്യായാധിപനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റിൽ ജോസഫ് മാർട്ടിൻ ഇങ്ങനെ എഴുതി: ആ നീതിബോധം മാത്രമാണ് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം. മാത്രമല്ല, ലോകത്തെ ഒരു പരിഷ്കൃത നഗരങ്ങളിലും ഇത്തരം പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാറുമില്ല. ലോകത്തിനൊത്ത് നമ്മുടെ നാടും മാറേണ്ടേ എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കൊരു വിചിന്തനം നടത്താൻ വേണ്ടി കൂടിയായിരിക്കണം അദ്ദേഹം ഈ വിഷയങ്ങളിൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കേരളത്തിലെ പൊതുജനങ്ങളുടെ യഥാർത്ഥ ഹീറോ ആയി മാറിയിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. മാനുഷിക മൂല്യങ്ങൾ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ വിധികൾക്ക് അതുകൊണ്ട് തന്നെ കേരള ജനങ്ങൾ കൈയടിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.